ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി 2024 ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി 2024 വർഷത്തെ ഡിഗ്രി അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിന് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ അടുത്ത ഘട്ടത്തിൽ, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇനിയും അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ കൊടുത്തിടുക. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admissions.keralauniversity.ac.in ഇവിടെ കാണിച്ച ഈ ഒരു വെബ്സൈറ്റിലെ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഗൂഗിൾ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് FYUGP 2024 ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ ഹൗ ടു അപ്ലൈ ചെയ്ത വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ കണ്ടതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് വിദ്യാർത്ഥികൾക്ക് ജൂൺ 7 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷ കൊടുക്കുവാനുള്ള സമയം. അപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുത്തിടുക. സ്വന്തമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയമാണ് ഇനി എന്തൊക്കെ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. എന്തെങ്കിലും അപേക്ഷയിൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷയുടെ അവസാന തീയതി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് പ്രൊഫൈൽ ലഭ്യമാണ്. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഹോം പേജിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്നുള്ള നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആ ഒരു ലിങ്കിനെ തൊട്ടതായി നിങ്ങൾക്കിവിടെ ആപ്ലിക്കൻ്റ് ലോഗിൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതായത് അപേക്ഷ കൊടുത്ത സമയത്ത് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് ലോഗിൻ ചെയ്യുവാനും ആവശ്യമായിട്ടുള്ള എഡിറ്റ് എന്തൊക്കെയാണോ കോളേജ് ഓപ്ഷൻസ് മാറ്റുവാനാണെങ്കിൽ കോളേജ് ഓപ്ഷൻസ് മാറ്റുവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റേജ് എഡിറ്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 7 വരെ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ട്രയൽ അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും എഡിറ്റ് ചെയ്തിരിക്കണം. ഇനി അതേപോലെ അടുത്ത ജൂൺ 7 കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഏകദേശം വിത്തിൻ 1 വീക്കിനുള്ളിൽ അല്ലെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മാക്സിമം 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കേരള യൂണിവേഴ്സിറ്റി ഡേറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരള യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഈ ചാനൽ നിങ്ങളെ അറിയിക്കും. ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുള്ള, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികളുടെ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുത്ത കോളേജുകൾ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പ്രധാനമായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളൊന്നും ഒരു കാരണവശാൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി എഡിറ്റ് ഓപ്ഷൻസ് നൽകും. അപ്പോൾ അത്തരത്തിൽ എഡിറ്റ് ഓപ്ഷൻസ് നൽകുന്നതോടുകൂടി ഒരുപാട് വിദ്യാർത്ഥികൾ പല കോളേജുകളും ഒന്നാമത് കൊടുത്ത കോളേജിൽ ചിലപ്പം 5ാമതാക്കും, 5ാമത് കൊടുത്ത കോളേജിൽ 1ാമതാക്കും. അതായത് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് വിദ്യാർത്ഥികൾ ചിലപ്പം ആ ഓപ്ഷൻസ് മാറ്റി അത് ബാക്കിലോട്ടാക്കിയിട്ട് വേറെ കോളേജിൽ മുന്നോട്ടാക്കുന്ന സമയത്ത് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരുന്നു. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ അത് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇവിടെ വന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രൊഫൈലിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൺഗ്രാജുലേഷൻ, ട്രയൽ അലോട്ട്മെൻറ്റ് ഏതാണ് കോളേജ് കിട്ടിയത് അത് നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ആയിട്ട് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യുക. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് എപ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ്, അതായത് യൂണിവേഴ്സിറ്റിയുടെ 7 അപേക്ഷാ സമയത്തിന് ശേഷം വിത്തിൻ 1 വീക്കിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റും അതിനുശേഷം ഏകദേശം 1 വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക്
ഫസ്റ്റ് അലോട്ട്മെൻറ്റും കേരള യൂണിവേഴ്സിറ്റി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ്, എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും നിങ്ങളെ അറിയിക്കും, ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അപേക്ഷ കൊടുത്തു കഴിഞ്ഞവർ ഇനി ആരെങ്കിലും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പേയ്മെൻറ്റ് കൊടുത്ത് ഫൈനൽ സബ്മിഷൻ ബട്ടൺ പ്രസ് ചെയ്ത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. അത് കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഡിറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് ശേഷമുള്ള ഫൈനൽ PDF നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. അതായത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത ഫൈനൽ PDF പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ PDF നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം എഡിറ്റ് ചെയ്താൽ മതി, അല്ലാതെ വിദ്യാർത്ഥികളൊന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വിത്തിൻ 1 വീക്കിനുള്ളിൽ ബാക്കിയുള്ള അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അടക്കണം. അതായത് ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും 1000 താഴെയുള്ള ഒരു എമൗണ്ട് നിങ്ങൾ വീണ്ടും, അതായത് ആപ്ലിക്കേഷൻ ഫീ കൂടാതെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫീസ് എല്ലാ യൂണിവേഴ്സിറ്റിയും നിങ്ങൾ അടക്കണം. അതിന് പറയുന്ന പേര് മാൻഡേറ്ററി ഫീ ആണ്. അതായത് അലോട്ട്മെൻറ്റ് എവിടെയെങ്കിലും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ കൊടുത്ത 18ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെങ്കിലും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് മാൻഡേറ്ററി ഫീ നിങ്ങൾ അടക്കണം. അത് ഓരോ യൂണിവേഴ്സിറ്റിയും 700, 800 വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടാണ്. മാക്സിമം 1000 താഴെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അടക്കണം. അതൊക്കെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് പറയാം. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ സന്ദേശങ്ങൾ അറിയിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.